സംസ്ഥാനത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും ലഹരിവേട്ടയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വലയിലായത് 10-ലധികം ആളുകൾ. ഇവരിൽ നിന്ന് MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളും പിടികൂടി. തിരുവനന്തപുരം പാങ്ങാപ്പാറയിൽ നിന്നാണ് നിരോധിത ലഹരി മരുന്നുമായി യുവാവ് പിടിയിലായത്. പ്രതി സിദ്ധാർത്ഥിൽ നിന്നും 25 ഗ്രാം MDMA, 1/2 കിലോ ഹാഷിഷ് ഓയിൽ, 2.25 കിലോ കഞ്ചാവ്, 40 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ പിടികൂടി. 250 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ 3 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളാണ് സിദ്ധാർത്ഥ്. നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂരിൽ MDMA വിൽപ്പനയ്ക്കിടെയാണ് 23-കാരൻ അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 44 ഗ്രാം MDMA പിടികൂടി. 21 കേസുകളിൽ പ്രതിയാണ് പിടിയിലായ മലയൻകീഴ് സ്വദേശി അർജുൻ. ഇത്തരത്തിൽ എക്സൈസിൻ്റെ പരിശോധന വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന പേരിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. പോലീസിനോട് ചേർന്ന് നിരവധി കമ്പൈൻഡ് ആയിട്ടുള്ള പ്രവർത്തനവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരം വേട്ടമുക്കിൽ നിന്നും 71 ഗ്രാം MDMAയുമായി പിടിയിലായ അജിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യകണ്ണി അഷ്കറിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ബംഗളൂരുവിൽ നിന്നാണ് കണ്ണൂർ സ്വദേശി അഷ്കറിനെ നേമം പോലീസ് പിടികൂടിയത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ മുന്നിൽ നിന്നാണ് യുവാവിനെ MDMAയുമായി എക്സൈസ് പിടികൂടിയത്. പടന്നക്കാട് സ്വദേശി വിഷ്ണുവിൽ നിന്നും 20 ഗ്രാം MDMAയും പിടികൂടി. കോഴിക്കോട് ട്രെയിനിൽ കടത്തുമ്പോഴാണ് 8 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായത്. വയനാട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്തക്കച്ചവടക്കാരനും എക്സൈസ് പിടിയിലായി. ഉത്തർപ്രദേശ് സ്വദേശി അശോകാണ് പിടിയിലായത്. സ്വകാര്യ ബസ്സിലെത്തിയ പാഴ്സൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 85 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.